എല്ലാരും എത്തിയോ? ഹലോ, ഓഡിബിൾ അല്ലേ? ഓക്കെ. 25 പേരുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് ഇപ്പൊ നോക്കാൻ പോകുന്നത് IT ആക്ട് എന്നുള്ള കാര്യമാണ്. ഒരു ക്ലാസ് കൊണ്ടൊന്നും സംഭവം തീരൂല. IT ആക്ടിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഗവേണൻസിന്റെ ടോപ്പിക്കില് 10 മാർക്കിന് ഗവേണൻസ് ടോപ്പിക് ഉണ്ട്. അതിനകത്ത് ഒരു 2-3 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം IT ആക്ടിന് ഉണ്ടാവേണ്ടതാണ് കേട്ടോ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒറിജിനൽ ആക്ട് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഓരോ കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളൊരു ലെക്ചർ നോട്ട് എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് പിന്നെ അതിന്റെ നോട്ട്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങളും ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ എന്റെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നോക്കി ചെയ്യാം. ഓക്കെ, തുടങ്ങാം. തുടങ്ങാം. ഓക്കെ അല്ലേ? Recording. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള PDF നോക്കാം. സൗണ്ട് വെച്ചത് നോക്കുക. Information Technology Act 2000. Okay. IT Act 2000. Okay, first paragraph. Okay. An act to provide recognition for transactions carried out by means of electronic data interchange and other means of electronic communication, commonly referred to as electronic commerce, which involve the use of alternatives to paper-based methods of communication and storage of information to facilitate electronic filing of documents with the government agencies, and further to amendment the Indian Penal Code, the Indian Evidence Act of 1872, the Bankers Book Evidence Act 1891, and the Reserve Bank of 1931, and for matters connected to it or incidental debt. ഈ ഒരു പാരഗ്രാഫിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കുക, നിങ്ങൾ സ്ലൈഡ് നോക്കുന്ന സമയത്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് മാർക്ക് ഇല്ലാത്ത PDF ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറയുന്നത് മാർക്ക് ചെയ്യാം. അവിടെ ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. An act to provide legal recognition of transactions. ഓക്കെ, അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? ലീഗൽ റെക്കഗ്നിഷൻ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ഇലക്ട്രോണിക് ഡാറ്റ കൊമേഴ്സ്. ഈ കൊമേഴ്സ് എന്നുള്ള കാര്യം വ്യാപാരം, ഇലക്ട്രോണിക് മീഡിയ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസും ഡാറ്റ എക്സ്ചേഞ്ചും അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയപ്പെടുന്ന വ്യാപാരം, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു പരസ്പരമുള്ള ഇന്റർചേഞ്ചിന് ഒരു ലീഗൽ വാലിഡിറ്റി കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന ആക്ട് ആണ് IT ആക്ട് 2000. നോക്കുക, ഈ IT ആക്ട് 2000 ഏതൊക്കെ ആക്ടുകളെ ഭേദഗതി ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കുക, ഇന്ത്യൻ പീനൽ കോഡ് IPC ഏത് വർഷമാണ്? IPC 1860 അല്ലേ? 61 ആണോ IPC? IPC 1860 ആണോ 61 ആണോ?
80-60 അല്ലേ? എന്റെ ഓർമ്മയിൽ 80-60 ആണല്ലോ. ഇവിടെ 61 പറഞ്ഞോണ്ട് എനിക്കൊരു ചെറിയ ഡൗട്ട്. അല്ല, നിങ്ങളാണ് പഠിക്കുന്ന പിള്ളേര്. എനിക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒന്ന് കൺഫേം ചെയ്യാൻ. IPC 80-60 61 ആണോ? എന്റെ ഓർമ്മയിൽ 80-60 ആണ്. 80-60. ഓക്കെ. IPC 80-60. അടുത്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. നമ്പർ ഇട്ട് തന്നെ എഴുതി വെച്ചേക്കണേ. ഇത് PQ ആണ്. PSന് മുമ്പ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണത്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യൻ പീനൽ കോഡ് നമ്പർ 1. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓഫ് 1872. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓഫ് 1872. മൂന്നാമത്തെ ആക്ട് ആണ് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് 1891. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. എത്ര ആക്ട് ആയി? 1 IPC, 2 ഇന്ത്യൻ എവിഡൻസ് ആക്ട്, 3 ബാങ്കേഴ്സ് ബുക്ക് ആക്ട്, 4 റിസർവ് ബാങ്ക് RBI ആക്ട്. അപ്പൊ ഈ RBI ആക്ട് ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം നമുക്ക് തോന്നും. അപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിക്കുക ഇങ്ങനെയായിരിക്കും. താഴെ തന്നിരിക്കുന്നതിൽ IT ആക്ട് അമെന്റ് ചെയ്തിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ആക്ട്സിനാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 4 ഓപ്ഷനിൽ ABC ഉണ്ടാവും, അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനകത്ത് വരും. ഇതൊരു ചോദ്യമാണ്. ഇതിനു മുമ്പ് ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് തെറ്റിക്കരുത്. അതിൽ നിന്നുള്ള ചോദ്യം മിസ്സാക്കരുത്. IPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓഫ് 1872, ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് 1891. അത് വർഷം നോക്കി വെക്കുക. 1872 എവിഡൻസ് ആക്ട്, ബാങ്കേഴ്സ് ബുക്ക് ആക്ട് 1891, RBI ആക്ട് 1934. ഓക്കെ, Q1, ക്വസ്റ്റ്യൻ 1. അതാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നുള്ളത്. അടുത്ത് പറഞ്ഞോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ അതിൽ നിന്നുള്ള. ഇനി രണ്ടാമത്തെ നോക്കുക. Whereas the General Assembly of United Nations by a resolution dated 30th January 1997 has adopted model law on electronic commerce adopted by United Nations Commission on the International Trade Law. ഈ പറയുന്ന ആക്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് UN ജനറൽ അസംബ്ലി പാസ്സാക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2 ആയിട്ട് എഴുതാം. January 30, 1997. ഇതാണ് ഇതിൽ നിന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. UN ഇതെന്നാണ് പാസ്സാക്കിയ റെസൊല്യൂഷൻ പാസ്സാക്കിയത് എന്നാണ് എന്നൊരു ചോദ്യം വന്നത്. അപ്പൊ UN ഇത് പാസ്സാക്കാന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം ഈ പറയുന്ന ഇവരുടെ അംഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ ലോ പ്രാബല്യത്തിൽ വരും, സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവര് എന്നാണ് ഇത് പാസ്സാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 January 1997. ഇത് അതിൽ നിന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആ ഡേറ്റ് നിങ്ങളോട് ചോദിക്കും. UN എന്നാണ് ഇത് പാസ്സാക്കിയത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ചോദ്യം വരും എന്നാണ് മോഡൽ ലോ ഓഫ് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്നാണ് UN അഡോപ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 January 1997. കേട്ടോ? കിട്ടിയല്ലോ. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒന്ന് ഏതൊക്കെ ആക്ടുകളാണെന്നുള്ള ഫസ്റ്റ്. രണ്ടാമത്തത് ആണ് ഈ മോഡൽ ഓഫ് ഇലക്ട്രോണിക് കൊമേഴ്സ് പാസ്സാക്കിയത് എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. ഇതാണ് IT ആക്ട് എന്നുള്ള ചോദ്യങ്ങളാണ്. നമ്മളിങ്ങനെ ആക്ട് ഫുള്ള് നോക്കി കഴിയുമ്പോൾ ഒരു കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഇനി ലാസ്റ്റ് പാരഗ്രാഫ്, ആ ചാപ്റ്റർ 1 എന്നുള്ളത് എഴുതിയതിന്റെ തൊട്ട് മുകളിലുള്ള മൂന്നാമത്തെ ആ ഒരു ലൈൻ നോക്കുക. ഓക്കെ, അതിന്റെ ഇടയിൽ കിടക്കുന്നൊക്കെ വിട്ടേക്കുക, നമുക്കത് നോക്കണ്ട. അത് കഴിഞ്ഞിട്ട് ബി ഇറ്റ് ഇനാക്റ്റഡ് ബൈ പാർലമെന്റ് ഇൻ 51st year ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ആയതിന്റെ 51ാമത്തെ വാർഷികത്തില് പാസ്സാക്കിയിട്ടുള്ള ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന IT ആക്ട് 2000 ആണ്. 51ാമത്തെ. അത് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇനി അവിടെ നേരെ പോയി ആക്ടിന്റെ മുകളിലേക്ക് നമുക്ക് നോക്കിയേ. ആക്ട് നമ്പർ 21 of 2000 ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് IT ആക്ട് 2000. 4ാമത്തെ ക്വസ്റ്റ്യൻ ആക്ട് നമ്പർ 21. ഏറ്റവും മുകളിൽ കണ്ടോ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നുള്ളതിന്റെ അടി കിടക്കുന്ന ഇതെന്നാണ് വന്നത്, പ്രാബല്യത്തിൽ വന്നതെന്നൊക്കെയുള്ള ഡേറ്റ്സും കാര്യങ്ങളും പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് മുകളിൽ കണ്ടോ IT ആക്ട് 2000 ആക്ട് നമ്പർ 21 of 2000 കണ്ടോ? അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നുള്ളതിന്റെ ഹെഡിങ്ങിന്റെ തൊട്ടടി കിടക്കുന്നുണ്ട് ആക്ട് നമ്പർ 21 of 2000. ഏത് ആക്ട് ആണ്? അല്ലെങ്കിൽ 21ാമത്തെ ആക്ട്
2000 വർഷത്തിൽ കൊണ്ടുവന്ന 21ാമത്തെ ആക്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് IT Act 2000 കേട്ടോ. 1-2 അല്ല 2-1 ആണ്. ഓക്കെ, ഇനി അത് 4ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 9th June 2000. എന്താ 9th June 2000 പ്രത്യേകത? ആക്ട് പ്രസിഡന്റ് ഒപ്പുവെച്ച് നിയമമായ ഡേറ്റ് ആണ് കിടക്കുന്നത്. June 9, 2000. ആ ഡേറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഡേറ്റും കൂടി ഉണ്ട്, അത് Q6 ആക്കിയിട്ട് എഴുതി വെക്കുക. October 17, 2000. ഇവിടെ കിടക്കുന്ന Q6 October 17, 2000. അന്നാണ് അത് നിലവിൽ വരുന്നത്. പ്രാബല്യത്തിൽ വരുന്ന ഡേറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ October 17, 2000. ഓക്കെ, 6 ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും ഭാഗത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദ്യമായിട്ട് വരാനുള്ളത്. ക്ലിയർ? അപ്പോ നോക്കുക, കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ പ്രാബല്യത്തിൽ വന്നത് October 17, 2000. നിയമം ലോ ആയത് June 9, 2000. പ്രസിഡൻഷ്യൽ അഡ്രസ് അസെന്റ് കിട്ടിയത്, അഡ്രസ് അല്ല അസെന്റ് കിട്ടിയത് 2000 June 9. ഓക്കെ, ഇനി ഏതൊക്കെ ആക്ടുകളെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇത് വന്നത്? IPC 1860, എവിഡൻസ് ആക്ട് 1872. ഒരു ആക്ട് കൂടി ഉണ്ടല്ലോ, ബാങ്കേഴ്സ് ബാങ്ക് ആക്ട് 1891, റിസർവ് ബാങ്ക് ആക്ട് RBI ആക്ട് 1934. അത് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ചോദ്യം എന്താണ്? UN എന്നാണ് മോഡൽ ഓഫ് ഇലക്ട്രോണിക് കോമേഴ്സ് പാസ്സാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1997 January 30. ആൻഡ് ലാസ്റ്റ് വൺ, ഇത് 51st ഇയർ ഓഫ് ഇന്ത്യയിൽ വന്ന നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IT Act. അതായത് അവിടെ നിന്ന് 1950 January 26 നിന്ന് 51 കൂട്ടി കഴിഞ്ഞാൽ ശരിക്കും 51 അല്ല 50 കൂട്ടണ്ട. 51st ഇയർ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ 50 കൂട്ടിയാൽ മതി കേട്ടോ. അപ്പൊ 59, 2000 വരും. ഓക്കെ, 6 ക്വസ്റ്റ്യൻസ് ആണ് ആ പോർഷനിൽ നിന്ന്. കിട്ടിയല്ലോ 6. അടുത്ത് തൊട്ടിട്ട് നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുവാണ്. Chapter 1 പ്രിലിമിനറി എന്നുള്ള കാര്യം, ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് കമൻസ്മെന്റ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്നുള്ള ഫസ്റ്റ് ഇതിനകത്ത് നോക്കുക. The act may be called as Information Technology Act. അതാണ് അതിന്റെ ഷോർട്ട് ടൈറ്റിൽ. ഇത്രേ ഉള്ളൂ. ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറു ഹെഡിങ്, എന്താണ് തലക്കെട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ടായിരുന്നതാണ്. 2ാമത്തെ ക്ലോസ് നോക്കി. ക്ലോസുകളൊന്നും ഇപ്പൊ ഇതിനകത്ത് പഠിക്കണ്ട, പറയുന്ന ക്ലോസുകൾ പഠിച്ചാൽ മതി. It shall extend to whole of India and save otherwise provided in this act. It applies also any offense or contravention thereunder committed outside India by any person. അവിടെ മാർക്ക് ചെയ്യുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്ട് വിദേശികൾക്ക് ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശികൾക്കും ഈ ആക്ട് ബാധകമാണ്. അതായത് ഇന്ത്യൻ രാജ്യത്ത് ഒരാള് സൈബർ ക്രൈം ചെയ്ത് പുറമേ നിന്നുള്ള ഒരാള് ഇന്ത്യയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തട്ടിപ്പ് നടത്തി എന്ന് വിചാരിക്കുക. അപ്പൊ അത് ആ നിയമം ഈ ആക്ട് പ്രകാരം അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ പറ്റും. ഇതാണ് ഈ ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. കോൺട്രവെൻഷൻ അണ്ടർ കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ എനി പേഴ്സൺ. ഇന്ത്യക്ക് പുറത്തായി കഴിഞ്ഞാൽ ഈ ആക്ടിന് പ്രാബല്യം ഉണ്ടെന്നുള്ളതാണ്. UN നടപ്പിലാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ചുവട് പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നോക്കുക, അത് ക്വസ്റ്റ്യൻ നമ്പർ 7. അപ്പൊ ഇങ്ങനെ ചോദിക്കും, ആക്ട് ഇന്ത്യക്കാർക്ക് മാത്രമാണ് ബാധകം എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റേറ്റ്മെന്റ് തരിക. അപ്പൊ അതല്ല, ഇന്ത്യക്കാർക്ക് മാത്രമല്ല വിദേശികൾക്കും ഈ ആക്ട് ബാധകമാണ്. ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും ഇത് ബാധകമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് ഡെഫിനിഷൻസ് എന്നുള്ളത് നോക്കാം. ഡെഫിനിഷൻസ് ഇവിടെ നിന്ന് ആണ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ആക്സസ്, ഓരോരോ ടേംസിന്റെ ഡെഫിനിഷൻ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് ചോദ്യമായിട്ട് തന്നെ ചോദിക്കും. ഫസ്റ്റ് വൺ നോക്കുക. ആക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടായിരിക്കും ചോദ്യം വരാം. ഡെഫിനിഷൻ തരും. നോക്കുക, ആക്സസ് with its grammatical variations and cognate expressions, meaning gaining entry into, instructing or communicating with the logical, arithmetical or memory function resources of computer system or computer network. അതായത് ആക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം.
താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആക്സസ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് PS നമ്മളോട് ചോദിക്കും. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഗെയിനിങ് എൻട്രി ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഓപ്ഷൻ 1 ആയിട്ട് ഗെയിനിങ് എൻട്രി ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ആക്സസ് ആണോ എന്ന് ചോദിക്കും. ആക്സസ് ആണ്. ഇനി അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ലോജിക്കൽ, അരിത്തമെറ്റിക്കൽ ഓർ മെമ്മറി ഫംഗ്ഷൻ റിസോഴ്സസ് ഓഫ് കമ്പ്യൂട്ടർ. ലോജിക്കൽ യൂണിറ്റോ അരിത്തമെറ്റിക് യൂണിറ്റോ മെമ്മറി യൂണിറ്റോ ആയിട്ട് അതിനകത്തേക്ക് എൻട്രി നേടുക എന്നുള്ള കാര്യവും ഈ പറയുന്ന ആക്സസ് എന്നുള്ളതിന്റെ പരിധിയിൽ വരുന്നതാണ്. കമ്പ്യൂട്ടർ സിസ്റ്റം ആകാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആകാം, കമ്പ്യൂട്ടർ സിസ്റ്റം ആകാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആകാം. ഒന്നിലധികം കമ്പ്യൂട്ടറുകളുടെ കൂട്ടായ്മ അതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തേക്കെല്ലാം ഉള്ള എൻട്രി, അതിനകത്ത് ഉള്ള കൺട്രോൾ ചെയ്യാനുള്ള എൻട്രി കിട്ടുന്നതിന് പരിപാടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സസ് എന്നുള്ള ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 8. 8ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, ആക്സസ് എന്താണ് എന്നുള്ളതിന് നിർവചനം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഗെയിനിങ് എൻട്രി ഇൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം, കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇതിനകത്തേക്കുള്ള എൻട്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഡ്രസ്സി. അഡ്രസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക. Addressee means a person who is intended by originator to receive electronic record but not include an intermediary. അതായത് 3 ടേംസ് ആണ് നമുക്ക് ഇവിടെ നിങ്ങൾ കാണുന്നത്. 1 അഡ്രസ്സി, 2 ഒറിജിനേറ്റർ, 3 ഇന്റർമീഡിയറ്ററി എന്നുള്ള ഒരു കാര്യം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് സാധനം പഠിക്കാം. ഇപ്പോ ഞാൻ ഉണ്ട്, സൗമ്യ ഉണ്ട്, എന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ട്. ഗൂഗിൾ പേ ആണ് ഞാൻ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സൗമ്യ എന്റെ കുറെ പൈസ സൗമ്യ മോഷ്ടിച്ചിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ. മനസ്സിലാക്കണം. അതായത് തട്ടിപ്പ്. എനിക്ക് ഈ കാര്യത്തിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല, എക്സാമ്പിൾ പറയാൻ വേണ്ടിട്ട് അർത്ഥം പറയുന്നുണ്ട്. അപ്പോ ഈ കാര്യത്തിനെ കുറിച്ചിട്ടൊന്നും അറിവില്ലാത്ത ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് വിചാരിക്കാം. എന്നെ തട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ എന്നെ പറ്റിക്കാനായിട്ട് ഉപയോഗിച്ച മീഡിയം എന്ന് പറയുന്നത് ഏതാ? ഗൂഗിൾ പേ എന്ന് പറയുന്നത്, ഫോൺ സെർവർ, ഫോൺ പേ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ സോഫ്റ്റ്വെയർ ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആയിരിക്കാം ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷെ തട്ടിച്ച ആരാണ്? സൗമ്യ. അപ്പൊ ഇതിനകത്ത് ഒറിജിനേറ്റർ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന സൗമ്യയാണ്. ആരാണോ ആ പരിപാടി ചെയ്യാനായിട്ട് തുടങ്ങിയത് അയാളാണ് ഒറിജിനേറ്റർ. ആരാണ് ഇന്റർമീഡിയറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഏത് മീഡിയം വഴിയായിട്ടാണോ ഈ സാധനം ചെയ്തത് എന്നുള്ളതാണ് അതിനകത്തുള്ള ഇന്റർമീഡിയറ്ററി. അഡ്രസ്സി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണോ പറ്റിക്കപ്പെട്ടത് അയാളാണ് അഡ്രസ്സി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ആരാണ് അഡ്രസ്സി എന്നുള്ളത് ചോദ്യമായിട്ട് വരും. ക്വസ്റ്റ്യൻ നമ്പർ 9. ക്ലിയർ? ഓക്കെ, ഓൺലൈൻ അത്ര ഓക്കെ അല്ലേ? ആരാണ് അഡ്രസ്സി, ആരാണ് ഇന്റർമീഡിയറ്ററി, ആരാണ് ഒറിജിനേറ്റർ എന്നുള്ള കാര്യം മനസ്സിലാക്കിയോ? ഇതിന് 3 തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ടൊക്കെ ചോദ്യം ചോദിക്കാം. ഇനി അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിന് അവിടെ പോയിട്ട് നമുക്ക് ഇനി പഠിച്ചിരുന്നതിന്റെ ഇടയ്ക്ക് അത് പഠിക്കാം. നോക്കുക, അഫിക്സിങ്. അടുത്ത പരിപാടിയാണ് അഫിക്സിങ് എന്ന് പറയുന്നത്. Electronic signature with its grammatical variations and cognate expression means adoptions of any methodology or procedure by person for the purpose of authenticating an electronic record by means of digital signature. Affixing എന്ന് ഇതിനകത്ത് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒപ്പുവെക്കുക എന്നുള്ളതാണ്. സിഗ്നേച്ചർ ചെയ്യുക എന്നുള്ളതിന്റെ വേറൊരു ടൈമാണ് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന അഫിക്സിങ്. ഈ അഫിക്സ് ചെയ്യുക എന്നുള്ളത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ കാണാൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു ബാർകോഡ് സാധനം ഉണ്ടാവും. കുത്തിയിട്ട് അതിനകത്ത് ഓതന്റിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ സിഗ്നേച്ചർ കാര്യങ്ങൾ വരുന്നത്. അതായത് ആ സൈറ്റ് ഇലക്ട്രോണിക് റെക്കോർഡ് രൂപത്തിലെ പെൻഡ്രൈവിലുള്ള ആ സിഗ്നേച്ചർ ഡോക്യുമെന്റിൽ അഫിക്സ് ആയി എന്ന് പറയും. അപ്പൊ അഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്പുവയ്ക്കുക. ഡിജിറ്റൽ സിഗ്നേച്ചറിൽ അഫിക്സ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ഇത് പറയുന്നത് അഫിക്സിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് അഫിക്സിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ, ആ ഇലക്ട്രോൺ റെക്കോർഡിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ പതിപ്പിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഫിക്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അഫിക്സിംഗ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരരുത്. ഒപ്പ് വയ്ക്കുന്ന പരിപാടിയാണ്, ഡിജിറ്റൽ സിഗ്നേച്ചർ വെക്കുന്ന പരിപാടിനെയാണ് നമ്മൾ അഫിക്സിംഗ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കും. ഓക്കെ,
ക്വസ്റ്റ്യൻ നമ്പർ 10, 10ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ആരാണ് എന്ന് ഈ ആക്ടിൽ പല സമയത്ത് നമുക്ക് ഇനി കാണാം. ആരാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്? അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ടിൽ കുറെ സ്ഥലങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്രോപ്രിയേറ്റ്. ഈ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് മാത്രമല്ല ഇത് ആവശ്യമുള്ള, എല്ലാ എക്സാംസിനും ആവശ്യമുള്ള പരിപാടിയാണ് ഐഡന്റിറ്റി. അപ്പോ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളെയാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടിലും ഉള്ളത് 7th ഷെഡ്യൂളിലാണ് ഇതിനെ കുറിച്ചിട്ടുള്ള മെൻഷനിങ് ഉള്ളത്. 7th ഷെഡ്യൂളിലെ ലിസ്റ്റ് 2ലും ലിസ്റ്റ് 3ലും വരുന്ന കുറച്ച് ആളുകളെ പറയുന്ന പേരാണ് ഈ പറയുന്ന അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതായത് ലിസ്റ്റ് 2ല് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും ലിസ്റ്റ് 3ല് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അത് നോക്കുക, ലിസ്റ്റ് 2 and 3ലാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിനെ കുറിച്ചുള്ള മെൻഷനിങ് ഉള്ളത്. അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ഏതാണ് എന്ന്, അതായത് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് വെച്ചാൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ എന്നുള്ള മെൻഷനിങ് ആണ് പറയുന്നത്. ലിസ്റ്റ് 2ലും ലിസ്റ്റ് 3ലും ആണ് പറയുന്നത്. 7th ഷെഡ്യൂളിലാണ് ഈ കാര്യങ്ങൾ. 7th ഷെഡ്യൂൾ എന്തിനെ കുറിച്ചിട്ടുള്ളത്? ലിസ്റ്റുകളെ കുറിച്ചിട്ട് പറയുന്നതല്ലേ, ഫെഡറൽ സിസ്റ്റത്തിനെ കുറിച്ച്. അപ്പോ ഈ പറയുന്ന ലിസ്റ്റ് 2 and ലിസ്റ്റ് 3ലാണ് എന്ത് പറയുന്നത്, അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിന്റെ ഡെഫിനിഷൻ ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 11, ഏത് ലിസ്റ്റിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്നുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഇതിനകത്താണ്, ഏത് ലിസ്റ്റിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചോദ്യം വരുന്നത്. ലിസ്റ്റ് 3 ആണ്. ലിസ്റ്റ് 1 and 2 അല്ല, ലിസ്റ്റ് 2 സെൻട്രൽ ഗവൺമെന്റും ലിസ്റ്റ് 3 സ്റ്റേറ്റ് ഗവൺമെന്റും ആണ്. മാറിപ്പോകരുത് കേട്ടോ. ഒരു എത്ര മിനിറ്റ്? 4 മിനിറ്റ്. ചെറിയൊരു ബ്രേക്ക് എടുക്കാം, ഒരു ബാങ്ക് വിളിക്കട്ടെ.
ഓക്കെ, ഓഡിയബിൾ ആണല്ലോ. തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ശരി, 11 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയിട്ടുണ്ട് കേട്ടോ. 11 ക്വസ്റ്റ്യൻ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം എന്നുള്ളതാണ്. എന്താണ് ഈ പറയുന്ന അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം എന്നുള്ളത്? അതായത് ഈ ക്രിപ്റ്റോ സിസ്റ്റം എന്നുള്ള ക്രിപ്റ്റോ എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ ഡീകോഡ് ചെയ്യാൻ പറ്റാതെ ഡീകോഡ് ചെയ്യാൻ പറ്റാതെ അവർ ഈ പറയുന്ന കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടിനെയാണ് നമ്മൾ ഈ പറയുന്ന ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഇൻഫർമേഷനെയും കാര്യങ്ങളെയും ഒരു കോഡാക്കിയിട്ട് അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോ സിസ്റ്റം ആക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് അത് തുറക്കണം എന്നുണ്ടെങ്കിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു കീ പെയർ വേണം. ഓക്കെ, അപ്പൊ കീ പെയർ 2 തരത്തിലുള്ള കീ പെയർ ഉണ്ട്. ഒരു പ്രൈവറ്റ് കീയും ഒന്ന് പബ്ലിക് കീയും. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാട്ടോ. ഒരു പ്രൈവറ്റ് കീയും ഉണ്ട്, ഒരു പബ്ലിക് കീയും ഉണ്ട്. ഈ പ്രൈവറ്റ് കീ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിനാണ് നമ്മൾ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്. പബ്ലിക് കീ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ പബ്ലിക് കീ എന്ന് പറയുന്നത്. ഓക്കെ, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് കീ, അത് തുറക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് കീ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇവ രണ്ടിനെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് കീ പെയർ എന്ന് പറയുന്നത്. കീ പെയർ എന്ന് പറയും. ഓക്കെ, പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ചേർന്നിട്ട് പറയുന്നതിനാണ് കീ പെയർ. അതിനകത്ത് ക്രിപ്റ്റോ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രൈവറ്റ് കീ. അതിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനാണ് പബ്ലിക് കീ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇതൊക്കെ ചോദിക്കുകയാണ്, ഓപ്ഷനിൽ വരും. പ്രൈവറ്റ് കീ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, പബ്ലിക് കീ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, ഈ കീ പെയർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദ്യങ്ങൾ വരിക. ഓക്കെ, അപ്പൊ അത് നോക്കി വെക്കുക. ഇനി അടുത്ത സർട്ടിഫൈങ് അതോറിറ്റിയും സർട്ടിഫിക്കേഷൻ പ്രാക്ടീസ് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വരുന്ന വഴിക്ക് നോക്കാം. അതത്ര നമുക്ക് കാര്യം. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൽ വരുന്നതെന്നാണ് ചോദ്യം വരാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്. ഇൻഫർമേഷൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനമാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. കൂടുതൽ അതിനകത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെല്ലാം ഡിഗ്രി ഉള്ള നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ടെക്സ്റ്റ്, വീഡിയോ, ഓഡിയോ, ഇമേജ് ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് അത് ചോദിക്കും, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ പഴയ ആക്ടിൽ ഞാനൊരു ഇത് വായിച്ചു കഴിഞ്ഞപ്പോ, ഈ ആക്ടിൽ ഇതിനു മുമ്പ് പണ്ട് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നു. പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്ത കാൽക്കുലേറ്റർ ഇതിനകത്ത് ഇവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതെടുത്ത് മാറ്റി എന്ന് തോന്നുന്നു, കാണുന്നില്ല. പക്ഷെ പ്രോഗ്രാം ചെയ്യുന്ന കമ്പ്യൂട്ടർ ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13 അതാണ്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 15, കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്താണ് എന്നുള്ളത് കമ്പ്യൂട്ടറുടെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. കമ്പ്യൂട്ടർ മീൻസ് എനി ഇലക്ട്രോണിക്, മാഗ്നറ്റിക്, ഓപ്റ്റിക്കൽ or high-speed data processing device or system which performs logical, arithmetic, and memory functions by manipulations of electronic, magnetic, or optical impulses, and includes all input, output, processing, storage, computer software, or communication facilities which are connected or related to computer in a computer system or computer network. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ കമ്പ്യൂട്ടറിന്റെ ഡെഫിനേഷൻ പഠിക്കില്ലേ? അരിത്തമെറ്റിക്, ലോജിക്കൽ, മെമ്മറി ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. ആ സെയിം ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെ. നമുക്ക് കമ്പ്യൂട്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ളത്. ഓക്കെ, പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന എന്തൊരു ഡിവൈസ് നമുക്ക് കമ്പ്യൂട്ടർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്താം. അത് ചെറിയ ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതേ ചോദിക്കുള്ളൂ. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ചോദ്യം എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്,
എന്നുള്ളതാണ് ചോദ്യം. ലോജിക്കല്, അരിത്തമെറ്റിക്കൽ ആൻഡ് മെമ്മറി ഫങ്ഷൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15. ഇനി ബാക്കിയത്തെ എല്ലാം അവിടെ വിട്ടേക്കുക. നമുക്ക് ഓരോന്ന് നോക്കി വരുന്ന വഴിക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കുക. സൈബർ കഫേ, ഏറ്റവും അടിയിൽ 6ാമത്തെ പേജിന്റെ ഏറ്റവും അടിയിലുള്ള വാക്ക് നോക്കുക. സൈബർ കഫേ എന്താണ് എന്നുള്ളത്. സൈബർ കഫേ മീൻസ് എനി ഫെസിലിറ്റി ഫ്രം വെയർ ആക്സസ് ടു ഇന്റർനെറ്റ് ഈസ് ഓഫേർഡ് ബൈ എനി പേഴ്സൺ ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ഇൻ മെമ്പേഴ്സ് ഓഫ് പബ്ലിക്. അതായത് പണ്ടൊക്കെ നമ്മള് കഫേ പോകുമെന്ന് പറയില്ലേ, ഭയങ്കര കാര്യമാണ്. 10 രൂപയ്ക്ക് ഒരു മണിക്കൂറിന്. ഇപ്പൊ അന്ന് കമ്പ്യൂട്ടർ പോലും നമ്മുടെ ഒന്നും വീട്ടിലില്ല. ഭയങ്കര ഉത്സാഹമായിരിക്കും കഫേ പോയി 10 രൂപ കൊടുത്താൽ മതിയല്ലോ, ഒരു മണിക്കൂർ നമുക്ക് സ്വന്തമായിട്ട് ഒരു സിസ്റ്റം കിട്ടുമല്ലോ എന്നുള്ള ബ്രൗസ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. അപ്പൊ ഇങ്ങനെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റേറ്റേഴ്സ് ആരൊക്കെയാണോ ആ പ്ലേസസിനെ അല്ലെങ്കിൽ ആ ഒരു സർവീസിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് കഫേ. സൈബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റ് റിലേറ്റഡ്, അത് തരുന്ന ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ പറയുന്ന പേരാണ് സൈബർ കഫേ. അപ്പൊ സൈബർ കഫേയുടെ ഡെഫിനേഷനിൽ വരുന്ന നോക്കുക, എനി ഫെസിലിറ്റി ഫ്രം വെയർ ആക്സസ് ടു ഇന്റർനെറ്റ് ഓഫേർഡ് ബൈ എനി പേഴ്സൺ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ടു മെമ്പേഴ്സ് ഓഫ് പബ്ലിക്. ഓക്കെ, ഇതാണ് സൈബർ കഫേ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അതിന്റെ അടിയിലേക്ക് യു എന്ന് പറയുന്ന സംഭവം നോക്കി. ക്ലോസ് യു, ടി യു കണ്ടോ, ഫംഗ്ഷൻ പറയുന്ന എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ ഫങ്ഷൻസ് എന്നുള്ള ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നോക്ക്, ഫംഗ്ഷൻ ഇൻ റിലേഷൻ ടു കമ്പ്യൂട്ടർ ഇൻക്ലൂഡ്സ് ലോജിക്, കൺട്രോൾ, അരിത്തമെറ്റിക് പ്രോസസ്, ഡിലീഷൻ, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫോർ വിത്തിൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ ഫങ്ഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വെക്കണം. ലോജിക്കല്, കൺട്രോള്, അരിത്തമെറ്റിക് പ്രോസസ്, ഡിലീറ്റ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ടെലികമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കമ്പ്യൂട്ടർ ലോജിക്കൽ ഫംഗ്ഷൻ ചെയ്യുന്നില്ലേ. നമ്മൾ കാൽക്കുലേറ്ററിൽ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആലോചിച്ചില്ലെങ്കിൽ അത് ചെയ്തു തരുന്നില്ലേ, ലോജിക്കൽ ഫംഗ്ഷൻ ആണ്. കൺട്രോളില്ലേ, കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. അരിത്തമെറ്റിക് പ്രോസസ് ചെയ്യുന്നു, ഡിലീഷനും സ്റ്റോറേജ് ചെയ്യുന്നില്ലേ, തിരിച്ച് പ്രോസസ് ചെയ്യുന്നില്ലേ, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ലേ, ഫേസ്ബുക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്നില്ലേ. ഇതെല്ലാം ചേർന്ന് വരുന്ന കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻസ് നോക്കുന്ന സമയത്ത് നോക്കാം. ക്വസ്റ്റ്യൻ എക്സ് വരും ലേറ്റ്. കീ പെയർ എന്താ? കീ പെയർ നമ്മളിപ്പോ നോക്കിയതാണല്ലോ, പ്രൈവറ്റ് കീയും പബ്ലിക് കീയും കൂടി ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ പറയണതാണ് നമ്മൾ എന്ത് പറയുന്നത്, കീ പെയർ എന്ന് പറയുന്നത്. പ്രൈവറ്റ് കീ ആണ് എന്തിനു ഉപയോഗിക്കുന്നത്, ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്ത് ക്രിയേറ്റ് ചെയ്യാൻ? ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ. പബ്ലിക് കീയോ വെരിഫൈ ചെയ്യാനായിട്ട് പബ്ലിക് കീ. Key pair is an asymmetric crypto system, means private key and its mathematically related public key, which are so related to the public key and related by the private key. മനസ്സിലായല്ലോ? അതിന് ചോദ്യം പ്രാവശ്യം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇരിക്കുക. നല്ലൊരു ചോദ്യമാണ്, വരാനായിട്ടൊക്കെ ചാൻസ് ഉള്ളതാണ്. നോക്കുക, ഇനി അതിന്റെ അടുത്ത് ഇവിടെ പറയുന്ന 2 ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾ 214, 357. എന്താ 240 എന്ന് പറഞ്ഞാൽ? 357 എന്തായിരിക്കും? ആർട്ടിക്കിൾ 357 എന്തായിരിക്കും? 56, 57, 58 എമർജൻസിയുടെയാണ്. 260 വരെ എമർജൻസി അല്ലേ. അപ്പൊ എമർജൻസിയുടെ സമയത്തുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 357 പറയാ. ആർട്ടിക്കിൾ 240 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിന്റെ പ്രസിഡന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 240. അപ്പൊ ഈ എവിടെയൊക്കെ എന്നുള്ള കാര്യത്തിൽ പറയുന്നതാണ്. യൂണിയൻ ടെറിട്ടറീസിലും എമർജൻസി സിറ്റുവേഷൻസിലും ഒക്കെ ഈ ലോ ബാധകാരിക്കും എന്നൊക്കെ പറയുന്നതാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമൊക്കെയാണ് ഇതൊക്കെ വരുന്നത്? 240, 357 പരിധിയിൽ വരുന്നതെന്ന് ജസ്റ്റ് അവിടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ.
അല്ലാതെ ഇത് പ്രകാരം എന്നല്ല, ഇതിനകത്ത് വരും, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് 357-ലും 240-ലും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. ഇനി ZE നോക്കിയേ, 20 വരെ നമുക്കൊന്ന് നോക്കാം. 20 വരെ നോക്കിയാൽ മതി. 20 ഡെഫിനേഷൻസ് പഠിച്ചിട്ട് നമുക്ക് നിർത്താം. നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19, സെക്യൂർ സിസ്റ്റം ZE കണ്ട. എന്താണ് സെക്യൂർ സിസ്റ്റം എന്നുള്ളതിന്റെ ഡെഫിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സെക്യൂർ സിസ്റ്റം മീൻസ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ആർ റീസണബിളി സെക്യൂർ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് മിസ്യൂസ്. ഫസ്റ്റ് കണ്ടീഷൻ ആണ്. എന്താണ് ഒരു സെക്യൂർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ കുറെ പ്രോസസ്സുകളോ മറ്റൊരാളുടെ ഇടപെടലോ മിസ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യൂർ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബി നോക്കുക, പ്രൊവൈഡ് റീസണബിൾ ലെവൽ ഓഫ് റിലയബിലിറ്റി ആൻഡ് കറക്റ്റ് ഓപ്പറേഷൻ. കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻസും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പറേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയുന്നു, സെക്യൂർ സിസ്റ്റം എന്നുള്ളതിനകത്ത് പറയുന്നു. ഇത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഓപ്ഷൻസ് അതിനകത്ത് കിടക്കുന്നുണ്ട്. ഓപ്ഷൻ A, B, C, D എന്ന് പറയുന്ന 4 പോയിന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ 4 ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എടുത്ത് ചിലപ്പോൾ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഓക്കെ, ഇതാണ് അതിന്റെ ആ ക്വസ്റ്റ്യൻസിന്. ഇത് ഏതെങ്കിലും ഒരെണ്ണം മാറ്റി കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഇടയിൽ തിരിക്കുന്നത്. നോക്കാം. ആ റീസണബിൾ സെക്യൂർ ഫ്രം അൺഓതറൈസ്ഡ്, അതായത് സെക്യൂർ സിസ്റ്റം മീൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദ്യം വരാം. സെക്യൂർ സിസ്റ്റം മീൻസ് ആർ റീസണബിൾ സെക്യൂർ കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ആർ റീസണബിളി സെക്യൂർ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് മിസ്യൂസ്, provide reasonable level of reliability and correct operation, are reasonably suited to performing or intended functions. നമുക്ക് ആവശ്യമുള്ള ക്രിയകൾ ചെയ്തു തരുന്ന ഏതൊരു കാര്യത്തിന് നമ്മൾ സെക്യൂർ സിസ്റ്റം എന്ന് പറയും. അഡിയർ ടു ജനറലി അക്സെപ്റ്റഡ് സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ്. സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത് ചെയ്യുന്നതിന് നമ്മൾ സെക്യൂർ സിസ്റ്റംസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാര്യം എന്താ വെച്ചാൽ 4 ഓപ്ഷൻസ് അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ടിട്ട് നിങ്ങൾക്ക് ചോദ്യമായിട്ട് തരുന്നു. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കാണുന്ന സാധനങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ചിലപ്പോൾ നമ്മൾ ഒറ്റ വടിക്ക് വായിച്ചു പോകുമ്പോൾ നമുക്ക് കണ്ണി പെടൂല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാവോ എന്ന് തോന്നൂല. പക്ഷെ അത് ശ്രദ്ധിച്ചിരിക്കുക, ഒരു ചോദ്യമായിട്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വരും. ഓക്കെ, സെക്യൂർ സിസ്റ്റം, അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 20, സബ്സ്ക്രൈബർ. ആരാണ് സബ്സ്ക്രൈബർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എ പേഴ്സൺ in whose name the electronic certificate is issued. ആരുടെ പേരിലാണോ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സ്ക്രൈബർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. ഇൻകം സർട്ടിഫിക്കറ്റ് ആരുടെ പേരില? നിങ്ങളുടെ പേരില്. സബ്സ്ക്രൈബർ ആരാ? ഓക്കെ, അതോറിറ്റി എന്ന് പറയുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്തിട്ടുള്ള ആള്. സബ്സ്ക്രൈബർ നിങ്ങളായി. ഓക്കെ, 20 ക്വസ്റ്റ്യൻ. അപ്പൊ ആരാണ് സബ്സ്ക്രൈബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ പേഴ്സൺ ഇൻ ഹൂസ് നെയിം എ ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ്. സർട്ടിഫിക്കറ്റ് ആരുടെ പേരിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അയാളാണ് സബ്സ്ക്രൈബർ. ഓക്കെ, 20 ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. 20 എണ്ണമാണ് ഇതിൽ നിന്ന് ചോദിക്കുക. ഇനി ബാക്കിയത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സെക്ഷൻസ് നോക്കുന്ന സമയത്ത് നോക്കാം. ഡെഫിനേഷൻസിൽ നിന്നുള്ള 20 ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. എത്ര ക്ലാസ് വേണ്ടിയിട്ടും ചാപ്റ്റർ 2 90 സെക്ഷൻസ് എടുക്കാനുണ്ട്. 2 ആയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ അല്ല, ആരുടെ പേരിലാണ് കൊടുക്കുന്നത്? വില്ലേജ് ഓഫീസർ അതോറിറ്റി അല്ലേ സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് പഠിപ്പിച്ച് മാർക്ക് ചെയ്ത് വേണം. 20 വരെ ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഇന്നില്ല, ഈ ആഴ്ച സാറ്റർഡേ ഇല്ല, നാളെ ക്ലാസ് ഉണ്ട്. നാളെ നമുക്ക് ഐറ്റിന്റെ ബാക്കിൽ നോക്കാം. നാളെ അപ്പൊ 20 ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വരണേ. 20 എണ്ണം. കാരണം ഐറ്റിക്ക് 2-3 ക്വസ്റ്റ്യൻ എങ്ങനെയാലും കിട്ടും നിങ്ങൾക്ക്. ഈ ആക്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 2-3 ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പൊ അതിന് മാർക്ക് കളയരുത്. അതേപോലെ പഠിച്ചാൽ മതി. ആക്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കണം. നോട്ട് റെഫറൻസും ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി കേട്ടോ. ബാക്കി എന്തെങ്കിലും റാങ്ക് ഫയൽ എക്സ്ട്രാ പോയിന്റ്സ് കിടക്കുന്നുണ്ടോ, PYQs നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ആക്ട് പഠിച്ചതിന് ശേഷം മാത്രം നോക്കിയാൽ മതി. ഒറിജിനൽ വെച്ചിട്ട് പഠിക്കുക ആക്ട് ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും.
Okay. Bye.